ചാരുംമൂട്ടിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. മാവേലിക്കര താലൂക്കിലെ തെക്ക് കിഴക്ക് മേഖലയിലെ പഞ്ചായത്തുകളിലാണ് പന്നിശല്യം വർദ്ധിക്കുന്നത്. ഇതിന് പരിഹാരമെന്ന വണ്ണമാണ് പാലമേലിൽ സോളാർ വേലി സ്ഥാപിച്ചത്. വലിയൊരു തള്ളപ്പന്നി ഉണ്ട്, അത് പോയി. കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കുത്തി പറിക്കാൻ ഇറങ്ങിയതാണ്. കാറ് കുത്തി പറിക്കി വരുന്നത്. നൂറനാട്, പാലമേൽ, ചുനക്കര, താമരക്കുളം, വള്ളികുന്നം പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് കാട്ടുപന്നികളുടെ ശല്യം ഏറ്റവും രൂക്ഷമായത്. കരകൃഷികൾ പൂർണ്ണമായും രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന പന്നിക്കൂട്ടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് സോളാർ വേലി എന്ന ആശയം രൂപപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ മറ്റ് ജില്ലകളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന പാരമ്പര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് പാലമേൽ. വളരെയേറെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പാലമേൽ. 2018 പ്രളയത്തിന് ശേഷം ആണ് കാട്ടുപന്നികളുടെ വലിയൊരു സാന്നിധ്യം. ആ ശല്യം മൂലം കൃഷിക്കാർ കൃഷിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഇടപെടൽ പരിശ്രമിത പാലം എന്നുള്ള പദ്ധതിയിലൂടെ കാട് പിടിച്ചു കിടക്കുന്ന ഭൂമിയൊക്കെ വൃത്തിയാക്കി കൃഷി ഇറക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടുകൂടി അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും ഒരു പരിധിവരെ ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ കർഷകർ വലിയ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് പാല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സന്നദ്ധ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 35 ലക്ഷം രൂപയോളം വകയിരുത്തിക്കൊണ്ട് സോളാർ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അത് സാധാരണ വ്യക്തികൾക്കാണ് സബ്സിഡി കൊടുക്കുന്നത്. അപ്പം ഒരു ഏല കേന്ദ്രീകരിച്ചുകൊണ്ട് കർഷകരുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ആ വയൽ 4 സൈഡും ഇട്ട് അതിനകത്തുള്ള എല്ലാ കർഷകർക്കും ഗുണകരമാകുന്ന രീതിയിലേക്കുള്ള മാതൃകാപരമായ പദ്ധതിയാണ് മറ്റപ്പള്ളി ഏലയിൽ നമ്മൾ സോളാർ വേലി സ്ഥാപിച്ചത്. ഏകദേശം 45 ഏക്കറോളം ഭൂമി ഒരു സോളാർ വേലി സംരക്ഷണമാക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ 50% സബ്സിഡിയിൽ സർക്കാർ സോളാർ വേലി ചെയ്യാൻ തയ്യാറാണ്. ഭാരിച്ച തുക ഇതിന് വേണ്ടി വരുന്നതാണ് കർഷകരെ പിന്നോട്ടടിപ്പിക്കുന്നത്. പാലമേൽ, നൂറനാട്, താമരക്കുളം തുടങ്ങിയ പഞ്ചായത്തുകളിൽ എല്ലാം പന്നിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ കാലത്ത് പന്നി അതിന്റെ വെള്ളത്തിൻ്റെ കൂടെ വന്ന പന്നിയാണ് ഈ ശല്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇരുട്ടാകുമ്പോഴാണ് പന്നികൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. രാത്രികാലങ്ങളിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന പന്നികൾ യാത്രക്കാരെയും ആക്രമിക്കുന്നു. പന്നിയുടെ ശല്യം പതിവായ സാഹചര്യത്തിലാണ് പ്രതിവിധി കണ്ടെത്തണം എന്ന ആവശ്യം ശക്തമായത്. 4-5 ദിവസം മുമ്പാണ് ഇവിടെ 2 പേര് സ്കൂട്ടറിൽ പോയ 2 പേര് പന്നിയിടിച്ച് ഗുരുതരാവസ്ഥയിൽ, 2 പേർക്കും ഗുരുതരാവസ്ഥയിലാണ്. അതൊരു വലിയൊരു സംഭവം. അത് കഴിഞ്ഞിടയ്ക്ക് കർഷകർക്ക് തന്നെ ഇപ്പോൾ ഒരു പേടിയായിട്ടിരിക്കുകയാണ്. പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായാണ് സോളാർ ഫെൻസിംഗ് നിർമ്മിക്കാൻ ആലോചനയിട്ടത്. പാലമേൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഒരു പ്രദേശമായിരുന്നു ഈ മറ്റപ്പള്ളി ഏല. ഏതാണ്ട് 2-3 വർഷക്കാലമായിട്ട് ഇവിടുത്തെ നിരന്തരമായ പന്നിശല്യം മൂലം കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 80% കർഷകരും നമ്മുടെ കൃഷി നിർത്തി കൃഷിയിൽ നിന്ന് തന്നെ പാടെ മാറി നിന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പാലമേൽ ഗ്രാമപഞ്ചായത്തും ജനങ്ങളോട് ഇവിടുത്തെ കർഷകരോട് ചേർന്നുകൊണ്ട് ഇതേപോലെ ഒരു സോളാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഏതാണ്ട് 30 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി പാലമേൽ ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മറ്റപ്പള്ളിയിലെ ഈ 45 ഏക്കർ സ്ഥലം പൂർണ്ണമായും സോളാർ വേലി ഇട്ടുകൊണ്ട് ഈ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 45 ഏക്കർ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ സോളാറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി പദ്ധതി എന്ന് പറയുന്നത് കരയിൽ നമ്മൾ വയർ ഫെൻസിങ്, ഇതേപോലെ സബ്സിഡി നിരക്കിൽ വയർ ഫെൻസിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.